എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് LDC LGS പരീക്ഷ കൊടുക്കുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും ഒപ്പം അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യമായിട്ട് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകൾക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. രക്തഗ്രൂപ്പ് AB എന്നതാണ് ഉത്തരമായിട്ട് വരിക. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് AB രക്തഗ്രൂപ്പുള്ള ആൾക്ക് മാത്രമേ രക്തം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദാനം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. രക്തഗ്രൂപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ആരാണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്ന പേര് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന പേരാണ്. ഇദ്ദേഹമാണ് രക്തഗ്രൂപ്പ് കണ്ടെത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. നമ്മൾ രക്തഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ രക്തഗ്രൂപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് പോസിറ്റീവ് രക്തഗ്രൂപ്പ് എന്നും അതുപോലെ തന്നെ നെഗറ്റീവ് രക്തഗ്രൂപ്പ് എന്നും കേട്ടിട്ടുണ്ട്. ഒരു രക്തഗ്രൂപ്പിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ ആ രക്തഗ്രൂപ്പിനെ പോസിറ്റീവ് രക്തഗ്രൂപ്പ് എന്നും RH ഫാക്ടർ ഇല്ല എങ്കിൽ ആ രക്തഗ്രൂപ്പിനെ നമുക്ക് നെഗറ്റീവ് രക്തഗ്രൂപ്പ് എന്നും പറയാൻ പറ്റും. ഇത്തരത്തിൽ ഈ RH ഫാക്ടർ അത് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും നമ്മുടെ കാൾ ലാൻഡ്സ്റ്റൈനർ തന്നെയാണ്. റീസസ് കുരങ്ങുകളിൽ നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ഇത് കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ RH എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു രക്തഗ്രൂപ്പിനെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും തിരിക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന RH ഫാക്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഉദാഹരണമായിട്ട് A എന്ന് പറയുന്ന രക്തഗ്രൂപ്പിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ A പോസിറ്റീവ് എന്നും ഇല്ല എങ്കിൽ നമ്മൾ അതിനെ A നെഗറ്റീവ് എന്നുമാണ് പറയുന്നത്. നമ്മുടെ രക്തഗ്രൂപ്പുകൾ നമുക്കറിയാം. A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ് ഇതില് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ O ഗ്രൂപ്പിലെ O പോസിറ്റീവ് ആണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ചോദിച്ചാൽ AB ഗ്രൂപ്പിലെ AB നെഗറ്റീവ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എന്താണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ബോംബെ ഗ്രൂപ്പ് എന്ന് വച്ചാൽ ഇതും എന്ത് തന്നെയാണ്, ഒരു രക്തഗ്രൂപ്പാണ്. ഈ ബോംബെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അപൂർവമായ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ രക്തഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു ടേബിളൊക്കെ വരച്ച് നമ്മൾ പഠിക്കാറുണ്ട്. കൊച്ചു ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തു നോക്കിയാൽ നല്ല മനോഹരമായിട്ട് ഒരു ടേബിളിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ നിന്നാണ് പലപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ചോദ്യവും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടേബിളിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഈ പരീക്ഷയ്ക്കൊക്കെ തന്നെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ ആ ടേബിൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ടേബിൾ തന്നെയായിരിക്കും. അപ്പോൾ ഒരു ടേബിളിൽ ഒന്നാമത്തെ കോളത്തിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ പേരാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ആ ബ്ലഡ് ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജന്റെ പേരാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ കോളത്തിൽ ആ ബ്ലഡ് ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡിയുടെ പേരാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം മൂന്നാമത്തെ കോളത്തിൽ എന്താണ് നമ്മൾ പറയാൻ പോകുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡിയുടെ പേരാണ് മൂന്നാമത്തെ കോളത്തിൽ കൊടുക്കാൻ പോകുന്നത്. നാലാമത്തെ കോളത്തിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് ആർക്കെല്ലാം രക്തം ദാനം ചെയ്യാം. അതേപോലെ തന്നെ അഞ്ചാമത്തെ കോളത്തിൽ ആരിൽ നിന്നെല്ലാം ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് രക്തം സ്വീകരിക്കാം. ഇപ്പൊ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. ഇവിടെ A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ബ്ലഡ് ഗ്രൂപ്പിന് പേര് നൽകുന്നത് അതിലടങ്ങിയിരിക്കുന്ന ആന്റിജനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ ഏതാണ് ആന്റിജൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന ആന്റിജൻ ആണ് ഉള്ളത്. അതേ സമയത്ത് ആന്റിബോഡി ഏതായിരിക്കും, B എന്ന് പറയുന്ന ആന്റിബോഡിയാണ് A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ ഉള്ളത്. ഇവർക്ക് ആർക്കൊക്കെ രക്തം കൊടുക്കാമെന്ന് ചോദിച്ചാൽ A ഗ്രൂപ്പുകാർക്കും
AB ഗ്രൂപ്പുകാർക്കും ഇവർക്ക് രക്തം കൊടുക്കാൻ പറ്റും. ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാമെന്ന് ചോദിച്ചാൽ A ഗ്രൂപ്പിൽ നിന്നും O ഗ്രൂപ്പിൽ നിന്നും A എന്ന് പറയുന്ന രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് രക്തം സ്വീകരിക്കാൻ പറ്റും. ബി എന്ന് പറയുന്ന രക്തഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആന്റിജൻ ബി ആണെന്നും ആന്റിബോഡി എ ആണെന്നും ആർക്കൊക്കെ രക്തം ഇവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബി ഗ്രൂപ്പുകാർക്കും AB ഗ്രൂപ്പുകാർക്കും കൊടുക്കാൻ പറ്റും. ബി ഗ്രൂപ്പിൽ നിന്നും O ഗ്രൂപ്പിൽ നിന്നും ഇവർക്ക് രക്തം സ്വീകരിക്കാമെന്നും നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് AB ഗ്രൂപ്പാണ്. AB ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പേര് എയും ബിയുമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ ഒരു AB ഗ്രൂപ്പിൽ ഏതെല്ലാം ആന്റിജൻ ഉണ്ടായിരിക്കും? എയും ഉണ്ടായിരിക്കും, ബിയും ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ എന്തില്ല? ആന്റിബോഡി ഇല്ല. അപ്പൊ ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പാണ്. ആന്റിജൻ എയും ആന്റിജൻ ബിയും കാണപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പാണ്. ഇവർക്ക് ആർക്കൊക്കെ രക്തം ദാനം ചെയ്യാമെന്ന് വെച്ചാൽ AB ഗ്രൂപ്പിന് മാത്രമേ ദാനം ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാം എന്ന് ചോദിച്ചാൽ എയിൽ നിന്ന് സ്വീകരിക്കാം, ബിയിൽ നിന്ന് സ്വീകരിക്കാം, ABയിൽ നിന്ന് സ്വീകരിക്കാം, ഒയിൽ നിന്നും സ്വീകരിക്കാം. നോക്കുക, നമ്മളിവിടെ പറഞ്ഞ എല്ലാ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്തം സ്വീകരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാം AB ഗ്രൂപ്പിനെയാണ് സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇനി അവശേഷിക്കുന്നത് O ഗ്രൂപ്പാണ്. O ഗ്രൂപ്പിൽ എയും ബിയും ആന്റിജൻ ഇല്ല. അതായത് തൊട്ട് മുമ്പ് ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് ചോദിച്ചാൽ AB ഗ്രൂപ്പാണ്. എന്നാൽ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചാൽ O ഗ്രൂപ്പാണ്. ആന്റിബോഡി എയും ബിയും എന്തിൽ കാണപ്പെടുന്നുണ്ട്? O ഗ്രൂപ്പിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റിബോഡി എയും ബിയും കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് O ഗ്രൂപ്പാണ്. ഇനി ആർക്കൊക്കെ ഇവർക്ക് രക്തം ദാനം ചെയ്യാമെന്ന് വെച്ചാൽ O ഗ്രൂപ്പിന് കൊടുക്കാം, A ഗ്രൂപ്പിന് കൊടുക്കാം, ബി ഗ്രൂപ്പിന് കൊടുക്കാം, AB ഗ്രൂപ്പിന് കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാമെന്ന് ചോദിച്ചാൽ Oയിൽ നിന്ന് മാത്രമാണ് ഇവർക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഒരു ടേബിളിനുള്ളിൽ നിന്ന് തന്നെ PSC പരീക്ഷയിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ O ഗ്രൂപ്പാണ്. ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കും AB ഗ്രൂപ്പാണ്. ആന്റിജൻ എയും ബിയും കാണുന്നത് AB ആണെങ്കിൽ ആന്റിബോഡി എയും ബിയും കാണുന്നത് O ഗ്രൂപ്പിലാണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് O ഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ AB ഗ്രൂപ്പാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു മേഖലയിൽ നിന്ന് പലപ്പോഴും ഈ ഒരു ടേബിളിനുള്ളിൽ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോ നമ്മൾ കണ്ട ചോദ്യവും നമ്മളുടെ ഈ പറയുന്ന ടേബിളിനുള്ളിൽ നിന്നാണ്. AB എന്ന് പറയുന്ന ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാണ് രക്തം ദാനം ചെയ്യുക എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. കൃത്യമായിട്ട് ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടേബിളാണ് ഇത്. നിർബന്ധമായിട്ടും ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന മേഖല പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടിയാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ കേരള PSC പരീക്ഷയിൽ ഇത്തരത്തിൽ ഓരോ ചോദ്യങ്ങളും നമ്മൾ ഇങ്ങനെ പ്രീവിയസ് ആയിട്ടൊക്കെ കാണുമ്പോൾ ആ ചോദ്യവുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ പറയുന്ന സിലബസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് കുറേ സിലബസ് അതിൽ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എപ്പോഴും PSC ചോദിക്കുന്ന കുറേ മേഖലകളുണ്ട്. ആ മേഖലകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് ചോദ്യം ചോദിച്ചെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യം പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ഗൈഡൊക്കെ പോയിട്ട് ബ്ലഡ് എന്ന് പറയുന്ന ടോപ്പിക് കൊണ്ട് പഠിച്ചു തീർക്കുക. ആ ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സിലബസ് നിങ്ങൾ അറിയാതെ തന്നെ കവർ ചെയ്തു പോകും. കുറെ പഠിക്കണം എന്നുള്ളൊരു ഒരു ടെൻഷനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഈ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ചോദ്യപേപ്പറുകളുണ്ട്. ഈ 10th ലെവൽ പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് ആയിട്ട് 2021 ശേഷം ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള ചോദ്യപേപ്പറുകളൊക്കെ എടുത്തിട്ട് ഒന്ന് റെഫർ ചെയ്തിട്ട് ആ ചോദ്യങ്ങൾ ചോദിച്ച മേഖലകൾ ഓരോ ചോദ്യം പഠിക്കുക. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട മേഖല പോയിട്ട് വായിച്ച് തീർക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്യാനും അവസാനം നിങ്ങൾ പരീക്ഷ എത്തുന്ന സമയത്ത് ഈ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് എല്ലാ ടോപ്പിക്കുകളും നിങ്ങളുടെ കൈവശം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ഈ പറയുന്ന പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മളൊരു കോഡ് പഠിക്കാറുണ്ട്. ഗുജറാത്തിലെ ഗോമാതാവിൻ്റെ കാർ ആണ് KL6 എന്ന് പറയുന്ന ഒരു കോഡ് പഠിക്കും. പശ്ചിമഘട്ടം കടന്നു പോകുന്നത് 6 സംസ്ഥാനങ്ങളിലൂടെയാണ്.
അതിൽ ഒന്ന് ഗുജറാത്ത് ആണ്. ഗോ മാതാവ് എന്നതിൽ ഗോ ഗോവയാണ്, മാ മഹാരാഷ്ട്രയാണ്, ത തമിഴ്നാടാണ്, കാർ കർണാടകയാണ്, KL എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഗുജറാത്തിലെ ഗോമാതാവിന്റെ കാർ KL6 ആണ് എന്ന കോഡിൽ നിന്ന് ഈ പറയുന്ന പശ്ചിമഘട്ട മലനിര കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6 ആണെന്നും ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ എവിടെയും രാജസ്ഥാൻ പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കോഡും ആ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏതെല്ലാം സംസ്ഥാനങ്ങളാണ് ആ കോഡിൽ പറയുന്നതെന്ന് മനസ്സിലാക്കി വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം ഫിസിക്സുമായി ബന്ധപ്പെട്ടാണ്. ഭൂഗുരുത്വ ത്വരണം GA സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നതാണ് ഈ ഒരു ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ നമുക്ക് ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം അറിയാമെങ്കിൽ പലപ്പോഴും PSC എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ് എന്ന് അറിയുകയാണെങ്കിൽ ഈ ചോദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഇവിടെ നോക്കുക, ഭൂഗുരുത്വ ത്വരണം GA സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ ഇവിടെ 4ാമത്തത് ശരിയാണ്. A എന്ന് പറയുന്ന ഓപ്ഷനിലും B എന്ന് പറയുന്ന ഓപ്ഷനിലും C എന്ന് പറയുന്ന ഓപ്ഷനിലും 4 ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് തന്നെ ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ജിന്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. G is equal to ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് G എന്ന് പറയുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് GM ഡിവൈഡഡ് ബൈ R² എന്ന് പറയുന്നത്. ഇവിടെ G എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, M എന്ന് പറയുന്നത് ഭൂമിയുടെ മാസ് ആണ്, R² എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റേഡിയസ് ആണ്, ഭൂമിയുടെ റേഡിയസ് ആണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് ഭൂമിയുടെ മാസിനെയും അതേപോലെ തന്നെ ഭൂമിയുടെ ആരത്തെയുമാണ് പ്രധാനമായിട്ടും ജിയുടെ മൂല്യം എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ അതെന്താണ്? ശരിയാണല്ലോ. അപ്പൊ ഇക്വേഷൻ പ്രകാരം അത് ശരിയാണ്. ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പൊ ജിയുടെ മൂല്യം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് GM ഡിവൈഡ് ബൈ R² ആണ് നമുക്കറിയാം. ഇനി ഇവിടെ എന്താണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഷേപ്പ് പ്രകാരം നമ്മുടെ ആരം എന്ന് പറയുന്നത് ഭൂമിയിൽ ഈ ധ്രുവപ്രദേശവും അതേപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശവും കമ്പയർ ചെയ്യുമ്പോൾ ആരം കൂടുതൽ എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. അപ്പൊ നോക്കുക, ഈ ആറിന്റെ വാല്യൂ ഇവിടെ കൂടിക്കൂടി വരുമ്പോൾ ജിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയുകയല്ലേ ചെയ്യുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ 10/1 എന്ന് പറയുമ്പോൾ 10, അതേ സമയത്ത് 10/2 എന്ന് പറയുമ്പോൾ 5. അപ്പൊ അവിടെ ആ ഒരു ഡിനോമിനേറ്റർ കൂടി വരുമ്പോൾ അവിടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ നൽകിയിരിക്കുന്ന R² വാല്യൂ കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും? ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഞാൻ പറഞ്ഞു ഭൂമധ്യരേഖാ പ്രദേശത്ത് ഈ പറയുന്ന റേഡിയസ് കൂടുതലാണെന്നും ധ്രുവപ്രദേശത്ത് ഭൂമിയുടെ ആരം എന്താണ് ഈ ഭൂമധ്യരേഖാ പ്രദേശത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവാണെന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. ധ്രുവപ്രദേശത്ത് ജിയുടെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ 2ാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഭൂപ്രതലത്തില് 9.8 ആണ്. 9.8 മീറ്റർ/സെക്കൻഡ്² ആണ് ഭൂമിയുടെ വാല്യൂ ഭൂപ്രതലത്തില്. അത് ധ്രുവപ്രദേശത്തേക്ക് വരുമ്പോൾ അവിടെ അത് 9.83 മീറ്റർ/സെക്കൻഡ്² ആണ്. 9.83 മീറ്റർ/സെക്കൻഡ്² ആണ്. അതേ സമയത്ത് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വരുമ്പോൾ അത് 9.78 മീറ്റർ/സെക്കൻഡ്² ആണെന്ന് നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ജിയുടെ മൂല്യം ധ്രുവപ്രദേശങ്ങളിലും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും വ്യത്യസ്തമാണ്. ചെറിയ രീതിയിൽ എന്താണ്? വ്യത്യസ്തമാണ്. അതിന് കാരണം എന്താണ്? ആരത്തിലുള്ള വ്യത്യാസമാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ആരം കൂടുതലാണ് ധ്രുവപ്രദേശത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ എന്താണ്? ജിയുടെ വാല്യൂ ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറവും ധ്രുവപ്രദേശത്ത് എന്താണ്? കൂടുതലുമാണ്. അതിനാൽ ഈ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണെന്ന് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നോക്കുക, ഭാരം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ നോക്കുക, ഇക്വേഷനിൽ ജി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ശരിയാണെന്ന് പഠിച്ചു. ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം രണ്ടുപേർക്കും തുല്യമായിരിക്കും. അതും എന്താണ്, ശരിയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയാണ് എന്ന് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എഫ് ആണെങ്കിൽ, അതേപോലെ തന്നെ അതിന്റെ വക്രത ആരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് വക്രത ആരത്തിന്റെ പകുതിയാണ്. എഫ് ഈസ് ഈക്വൽ ടു r/2 എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം കേരള PSC പരീക്ഷയിൽ എത്രയോ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു ടൈപ്പ് ചോദ്യം കാണാറുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ എഫിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ചോദ്യത്തിൽ ആറിന്റെ വാല്യൂ ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാൻ ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക് ഈ പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു ആറിന്റെ സ്ഥാനത്ത് 40 കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഉത്തരം 20 എന്ന് കിട്ടും. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചു വേണം ഉത്തരം രേഖപ്പെടുത്താനായിട്ട്. ഇവിടെ ഓപ്ഷൻ ബിയിൽ 20 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡിയിൽ 20 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചോദ്യത്തിൽ 40 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്തായിരിക്കണം, സെന്റിമീറ്ററിലായിരിക്കണം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ പലരെങ്കിലും ഓപ്ഷൻ ബി പോയിട്ട് കറപ്പിക്കുകയും പിന്നീട് നമ്മൾ വീട്ടിലൊക്കെ എത്തി ഈ പറയുന്ന നമ്മുടെ ആൻസർ കീ നോക്കുമ്പോൾ ഉത്തരം തെറ്റുമ്പോൾ നമ്മൾ വിഷമിക്കാറുണ്ടായിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ പരീക്ഷ ഹാളിൽ നിന്ന് തന്നെ ഈ 20 മീറ്റർ പോയിട്ട് അറിയാതെ കറപ്പിച്ച് അയ്യോ തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾ അതോടെ കൊളാവും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നിരിക്കുന്ന ആ ചോദ്യത്തിൽ എന്ത് യൂണിറ്റ് ആണോ തന്നിരിക്കുന്നത് ആ യൂണിറ്റിനോട് ചേർന്ന യൂണിറ്റ് വേണം എവിടെ നിന്ന് എടുക്കാനായിട്ട്, ഓപ്ഷനിൽ പോയിട്ട് എടുക്കാനായിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ തെറ്റിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ ഈ അശ്രദ്ധ മൂലം തെറ്റിക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. നമ്മുടെ എഫ് ഈസ് ഈക്വൽ ടു r/2 ഇക്വേഷൻ അറിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. എപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ ഇവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. തെറ്റായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഈ പ്ലവക്ഷമ ബലം കാരണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹൈഡ്രജൻ നിറച്ച ബലൂണൊക്കെ വായുവിൽ ഉയർന്നു പറക്കാൻ കാരണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ സാന്ദ്രത മാത്രമല്ല, അതിനോടൊപ്പം ആ വസ്തുവിന്റെ വ്യാപ്തവും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ആ വസ്തുവിന്റെ എന്തിനേയും ആശ്രയിക്കുന്നുണ്ട്, സാന്ദ്രതയും ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ദ്രാവകത്തിന്റെ സാന്ദ്രതയാണ് ഇവിടെ വസ്തുവിന്റെ സാന്ദ്രത എന്നാണ് കൊടുത്തത്, അത് തെറ്റാണ്. എന്തിനെല്ലാം ആശ്രയിക്കുന്നുണ്ട്, ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്
ഒന്ന് ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയാണ്. ഇവിടെ വസ്തുവിന്റെ സാന്ദ്രത എന്ന് കൊടുത്തത് അത് തെറ്റാണ്. അതേപോലെ തന്നെ വസ്തുവിന്റെ വ്യാപ്തത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർക്കണം. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് ദ്രാവകത്തിന്റെ സാന്ദ്രത, മറ്റൊന്ന് വസ്തുവിന്റെ വ്യാപ്തം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നോക്ക്, ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ തെറ്റാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഉത്തരത്തിൽ വേണം. കാരണം തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനും ബി എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ഡിലീറ്റ് ആക്കാം. ഇനി സാധ്യതയുള്ളത് എയും സിയും മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2, 3 അവിടെ വെക്കുക. കാരണം അതിന് വായിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. കാരണം നമ്മുടെ ഓപ്ഷൻ പ്രകാരം ഈ 2നും 3നും ഉത്തരത്തിലേക്ക് വരുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും നിലവിലില്ല. ആയതിനാൽ തന്നെ ഇനി നമ്മൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. കടലിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണെന്നാണ് പറയുന്നത്. അതെന്താണ്, നമ്മൾ പണ്ട് മുതലേ കേൾക്കാറുള്ളതാണ്. നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ മണ്ണെണ്ണയും ജലവും കൂടിക്കലരുകയാണെങ്കിൽ അവിടെ മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിൽ എടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. അതേപോലെ തന്നെ ഈ കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ എന്താണ് നമുക്ക് നീന്താൻ പറ്റും. കാരണം ഈ കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ കടലിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് കടക്കുന്ന കപ്പൽ, അപ്പൊ ഇവിടെ കടലിന് എന്താണ് സാന്ദ്രത കൂടുതലാണ്, ശുദ്ധജലത്തിന് സാന്ദ്രത കുറവാണ്. അപ്പൊ ഈ കപ്പൽ എന്താണ് കൂടുതൽ താഴുന്നു. അതിന് കാരണം എന്താണ്, കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രത വ്യത്യാസം കൊണ്ടാണ്. ഇനി നേരെ തിരിച്ചു വേണമെങ്കിൽ വരാം. അതായത് നദിയിൽ നിന്ന് കടലിലേക്ക് ഒരു കപ്പല് പ്രവേശിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, കപ്പൽ അല്പം ഉയരുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, ഈ നദിയിലെ ജലവും സമുദ്രജലവും കമ്പയർ ചെയ്യുമ്പോൾ സമുദ്രജലത്തിന് സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ എന്താണ്, അവിടെ ഈ കപ്പൽ ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇനി വരില്ല. കാരണം എന്താ, അണ്ടർലൈൻ ചെയ്ത് വെച്ച ഭാഗത്തേക്ക് നോക്ക്, തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി രണ്ടാമത് തന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് വരിക. രണ്ടാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഇത് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെടുത്തി ആർക്കിമിഡീസ് തത്വത്തിലാണ് ഈ ഒരു സെന്റൻസ് നമ്മൾ കേട്ടിരിക്കുന്നത്. ആ ആർക്കിമിഡീസ് തത്വമാണ് ഇവിടെ ഡയറക്റ്റ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇതെന്താണ്, പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെടുത്തി ഉള്ള ആർക്കിമിഡീസ് തത്വമാണ് ഇത്. അപ്പൊ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ആർക്കിമിഡീസ് തത്വം ഏതാണ് എന്ന തരത്തിൽ വേണമെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം. അല്ല, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ട് ഇതെന്താണ് എന്നും ചോദിക്കാം. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ഇതാണ് എന്ത്, ആർക്കിമിഡീസ് തത്വം എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് ആർക്കിമിഡീസ് തത്വം? ഒരു വസ്തു ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിച്ച തത്വമാണ് ആർക്കിമിഡീസ് തത്വം എന്ന കാര്യം ഓർക്കുക. ഇനി ഇവിടെ അടുത്ത് നൽകിയിരിക്കുന്നത്, ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടായ ഭാരക്കുറവ് അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും എന്നതാണ് മൂന്നാമത് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ശരിയാണ്. ഈ മൂന്നാമത്തത്
നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന, ഇത് കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തുന്നതിലൂടെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇവിടെ കല്ല് നൽകിയിരിക്കുന്നു. ആ കല്ല് നമ്മൾ ആദ്യം ആ കല്ലെടുത്തിട്ട് ഭാരം നമ്മൾ നോക്കും, സാധാരണ നമ്മൾ നോക്കും പോലെ. അതിനുശേഷം ഈ കല്ല് ജലത്തിൽ മുങ്ങി കിടക്കണ സമയത്തുള്ള ഭാരം കൂടി നമ്മൾ നോക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ ഒരു ഭാരക്കുറവ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഭാരക്കുറവ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. സാധാരണ ഉണ്ടായിരുന്ന ഭാരം ഇപ്പോൾ ആ ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ആ കല്ലിന്റെ ഭാരം. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാകും. ആ വ്യത്യാസമാണ് എന്ത്, ആ ദ്രവം, അതായത് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിക്കിടക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബലം എന്ന് പറയുന്നത് ഈ ഭാരക്കുറവിന് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റേറ്റ്മെന്റിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ വേണമെങ്കിൽ നാളെ പരീക്ഷയ്ക്ക് ഇവിടെ ചോദിച്ചത് ഓരോരോ സിംഗിൾ ചോദ്യങ്ങളായിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ്, നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മൂന്നാമത് കൊടുത്തിരിക്കുന്ന അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും കഴിയും. നാലാമത് കൊടുത്തിരിക്കുന്നത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് LNGയുമായി ബന്ധപ്പെട്ട് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകത്തിൽ നിന്നും നിർമ്മിക്കുന്ന വാതകങ്ങളാണ് ഈ പറയുന്ന LNGയും അതേപോലെ തന്നെ മറ്റൊന്നാണ് CNG. LNG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസുമാണ്. അപ്പോൾ പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകത്തിൽ നിന്നും നിർമ്മിക്കുന്ന വാതകങ്ങളാണ് ഇവ. ഇതിൽ LNGയിലും CNGയിലും പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കും. ഇവിടെ LNG അതുപോലെ തന്നെ CNG, അതിൽ ഈ Nനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ ഒരു വര ഇങ്ങോട്ട് വരയ്ക്കും. എന്നിട്ട് M വെച്ച് തുടങ്ങുന്ന മീഥേനാണ് CNGയിലെയും LNGയിലെയും മുഖ്യ ഘടകം എന്ന് നമ്മൾ പഠിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാം. ബ്യൂട്ടൈൻ എന്നാണ് അവിടെ തന്നിട്ടുള്ളത്. LNGയും CNGയും പോലെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് LPG. LPGയിലെ Pന്റെ താഴെ ഇങ്ങനെ അങ്ങ് കൊടുക്കുമ്പോൾ B കിട്ടി. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണെന്ന് ഇങ്ങനെ നമ്മൾ പഠിച്ചു വെക്കും. അപ്പോൾ ഇവിടെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഒരുപക്ഷെ PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് LNGയും CNGയും LPGയിലെയും മുഖ്യ ഘടകം. കാരണം പണ്ട് മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ബാക്കി സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമുക്ക് കൺഫ്യൂഷനായി തോന്നാമെങ്കിലും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ നിത്യേന കേൾക്കുന്നതായതുകൊണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കിയെടുക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചാൽ ഈ ചോദ്യത്തിന്റെ മാർക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുവാനും സാധിക്കുന്ന ഒരു ചോദ്യമാണ്. 4 തെറ്റാണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ശരിയായവയാണ് കണ്ടെത്തുക. അണ്ടർലൈൻ ചെയ്ത് വെച്ച ഭാഗത്തേക്ക് നോക്ക്. അങ്ങനെയാണെങ്കിൽ A തെറ്റാണ്, B തെറ്റാണ്, D തെറ്റാണ്, C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. കാണുമ്പോൾ ഒരു വലിയ ചോദ്യം, പക്ഷെ ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഡിലീഷൻ മെത്തേഡിലൂടെ ചെയ്തു വെച്ച് നോക്കുമ്പോൾ
ഒന്നുമല്ലാത്തൊരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട 45ാമത്തെ ചോദ്യം. 1ലും 2ലും 3ലും കൊടുത്തിരിക്കുന്നത് CNG അതുപോലെ തന്നെ ഈ പറയുന്ന LNGയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതും ഒന്ന് വായിച്ചു പോകണം. കാരണം നാളെ പരീക്ഷയിൽ അത് ചോദിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടേണ്ടതാണ്. അപ്പോൾ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ എന്തുവാണോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ LNG അതുപോലെ തന്നെ CNG എന്നിവ പ്രധാനമായിട്ടും വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും എന്താണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ വ്യവസായശാലകളിൽ തെർമൽ പവർ സ്റ്റേഷനുകളിൽ എന്താണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതും എന്താണ് ശരിയാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ LNGനെയൊക്കെ എന്താണ് ദ്രവീകരിച്ച് സൗകര്യപ്രദമായിട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും കഴിയുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട LNG ആയിക്കോട്ടെ, CNG ആയിക്കോട്ടെ, LNG ആയിക്കോട്ടെ, CNG ആയിക്കോട്ടെ, അതിലെ മുഖ്യ ഘടകം ഇവിടെ ഇങ്ങനെ ഒരു വരയിട്ടിട്ട് M വെച്ച് തുടങ്ങുന്ന മീഥേനാണ്. ഇനി LPGന്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കി B ആക്കി മാറ്റിയാൽ ബ്യൂട്ടേൻ ആണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ ഓർത്ത് വെക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ സാർമാർക്ക് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. LNG എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വരയിട്ട് വെച്ചാൽ M വെച്ച് തുടങ്ങുന്ന മീഥേനാന്ന് പഠിപ്പിച്ചു. അത് ഞാൻ നിങ്ങളെയും ഒന്ന് ഷെയർ ചെയ്തിരുന്നു. ഇനി CNG ആണെങ്കിൽ ഇങ്ങനെ ഒരു വരയിട്ട് M വെച്ച് തുടങ്ങുന്ന മീഥേനാണെന്ന് പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. LPG പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു വരയിട്ട് B ആക്കി മാറ്റിയിട്ട് ബ്യൂട്ടേൻ എന്ന് ഓർത്ത് വെക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളും അങ്ങനെയൊക്കെ ചിലപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഇങ്ങനെയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ഉത്തരം കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളും നല്ല രീതിയിലൊന്ന് വായിക്കണം. അണ്ടർലൈൻ ചെയ്ത് വെച്ചതിൻ്റെ ഗുണമൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. 1ഉം 2ഉം 3ഉം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് ഉണ്ട്. ഇനി നേരെ തിരിച്ച് തെറ്റായത് മാത്രം കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ ഈ 4 മാത്രം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ ഈ ശരിയായ കണ്ടെത്തുക എന്നത് കണ്ട് തെറ്റായ കണ്ടെത്തുക എന്നത് ശ്രദ്ധിക്കാതെ 1ഉം 2ഉം 3ഉം എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് കറപ്പിക്കാം. എന്താണ് തെറ്റായത് കണ്ടെത്തുക എന്നാണ് ചോദ്യമെങ്കിൽ. അതുകൊണ്ടാണ് എപ്പോഴും അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം കൂടി പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഉത്തരത്തിൽ ന്യൂക്ലിയർ ഊർജ്ജമാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ? 2 തരത്തിലുള്ള എനർജി നമ്മൾ കേട്ടിട്ടുണ്ട്. ഗ്രീൻ എനർജിയും അതുപോലെ തന്നെ ബ്രൗൺ എനർജിയും. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ ബ്രൗൺ എനർജി ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. നമ്മളിവിടെ ബ്രൗൺ എനർജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ ഈ പെട്രോളിയം, കൽക്കരി അവയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജവും അതേപോലെ തന്നെ ന്യൂക്ലിയർ ഊർജവും അറിയപ്പെടുന്നതാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഈ ആഗോള താപനമൊക്കെ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട് ഈ പറയുന്ന ബ്രൗൺ എനർജി. ആറ്റോമിക് റിയാക്ടറുകൾ, ഡീസല്, തെർമൽ പവർ സ്റ്റേഷനുകളൊക്കെ ബ്രൗൺ എനർജിക്ക് ഉദാഹരണമാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത എന്ന് ഞാൻ പറഞ്ഞെന്താണ്? ഈ പറയുന്ന പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജമൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുനഃസ്ഥാപിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ കൽക്കരിയൊക്കെ എത്രയോ വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമ്മളത് രൂപം കൊള്ളുന്നത് നമുക്കറിയാം. പെട്രോളിയം ഒക്കെ തന്നെ ഫോസിൽ ഇന്ധനങ്ങളാണ്. അപ്പോൾ ഇവിടെ അതൊന്നും പുനഃസ്ഥാപിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കുന്ന എനർജിയാണ് എന്ത്, ഈ പറയുന്ന ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവ പരിസ്ഥിതിക്ക് എന്താണ്, ഹാനികരമാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആഗോളതാപനം പോലുള്ള കാര്യങ്ങൾക്ക് ഈ പറയുന്ന ബ്രൗൺ എനർജി കാരണമാകാറുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ രണ്ടാമതൊരു ടേം നമ്മൾ പരിചയപ്പെട്ടത് ഗ്രീൻ എനർജിയാണ്. ഗ്രീൻ എനർജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം, പരിസ്ഥിതിക്ക് സൗഹാർദ്ദമാണ്. അതായത് പ്രകൃതിക്കിടങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജമാണ് ഹരിതോർജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ് എന്ന് പറയുമ്പോൾ?
ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്രോതസ്സാണ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയും. അതായത് നമ്മുടെ സൗരോർജം, നമ്മുടെ കാറ്റിൽ നിന്നുള്ള ഊർജം, നമ്മുടെ തിരമാലയിൽ നിന്നുള്ള ഊർജം, നമ്മുടെ ബയോമാസിൽ നിന്നുള്ള ഊർജം, ഇതൊക്കെ എന്താണ് പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ജിയോ തെർമൽ, ഇതൊക്കെ എന്താണ് പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ജിയോ തെർമൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കും പുനഃസ്ഥാപിക്കാൻ പറ്റില്ലേ, പക്ഷെ അത് പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുണ്ടാക്കുന്നതാണ് ഗ്രീൻ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഹരിതോർജം എന്ന് പറയുന്നത്. ഈ ഹരിതോർജം അല്ലെങ്കിൽ ഗ്രീൻ എനർജിനെ തന്നെയാണ് എന്തെന്നും പറയുന്നത്, ക്ലീൻ എനർജി എന്നും കൂടെ പറയുന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ സോളാർ സെല്ലുകൾ ഉണ്ടാക്കുന്ന ഊർജം, നമ്മുടെ ടൈഡൽ എനർജി, അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ എഞ്ചിനുകൾ, കാറ്റാടികളൊക്കെ എന്താണ് ഗ്രീൻ എനർജിക്ക് ഉദാഹരണമാണ് എന്ന കാര്യം ഓർക്കുക. ഇവ എന്താണ് നമ്മുടെ പ്രകൃതിക്കൊന്നും യാതൊരു വിധത്തിലുള്ള കോട്ടത്തിനും കാരണമാകുന്നില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു പേജിൽ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്, അതൊന്ന് ഉത്തരം പറയാം. കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡറാണ് വ്യാപകമായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാക്കുന്നത് കൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ഡി ആണ്, ക്ലോറിൻ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്, ക്ലോറിൻ ആണ്. ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ട് നിർമ്മിക്കുന്നത് എന്താണ്, ബ്ലീച്ചിങ് പൗഡർ ആണ്. ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ക്ലോറിൻ എന്ന വാതകം കടത്തിവിട്ട് നിർമ്മിക്കുന്നതാണ് ഈ പറയുന്ന ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്ലോറിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് ക്ലോറിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ കേൾക്കാറുള്ളതാണ്, ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ചോദിച്ചാൽ, ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ഏതാന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് കണ്ടെത്തിയ ഹാലജൻ ഏതാന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ക്ലോറിൻ ആണെന്ന കാര്യം ഓർക്കുക. ആദ്യമായിട്ട് കണ്ടെത്തിയ ഹാലജൻ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ക്ലോറിൻ ആണ്. അതേപോലെ തന്നെ ഈ ക്ലോറിൻ കണ്ടെത്തുന്നത് കാൾ ഷീലെ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ് ക്ലോറിൻ കണ്ടെത്തുന്നത്? കാൾ ഷീലെ എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് ഇതൊരു മൂലകമാണെന്നൊന്നും തിരിച്ചറിയാനൊന്നും പറ്റിയില്ല. അങ്ങനെ 1810 വരെ കാത്തിരിക്കേണ്ടി വന്നു. ആ സമയത്ത് ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ആ സമയത്ത് ആരാണ്, ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഈ മൂലകത്തിന് ക്ലോറിൻ എന്ന പേര് കൊടുക്കുന്നത് ഹംഫ്രി ഡേവി ആണ്. അവിടെ ഈ ക്ലോറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച കലർന്ന മഞ്ഞ എന്നാണ് അർത്ഥം. ക്ലോറോ എന്നൊരു ഗ്രീക്ക് പദമാണ്, അതിന്റെ അർത്ഥം എന്താണ്, പച്ച കലർന്ന മഞ്ഞ എന്നാണ്. ഇനി ക്ലോറിൻ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. ആ നിർമ്മിക്കുന്ന പ്രക്രിയ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഡീക്കൻസ് പ്രക്രിയ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഡീക്കൻസ് പ്രക്രിയ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഡീക്കൻസ് പ്രക്രിയ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു, ക്ലോറിൻ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഡീക്കൻസ് പ്രക്രിയ എന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹാലജൻ ചോദിച്ചാൽ, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹാലജൻ ചോദിച്ചാലും ക്ലോറിൻ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മുടെ പേപ്പർ, റയോൺ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹാലജൻ, അതുപോലെ തന്നെ കോട്ടൺ, ടെക്സ്റ്റൈൽ എന്നിവയുടെ ബ്ലീച്ചിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹാലജൻ, സ്വർണം, പ്ലാറ്റിനം എന്നിവ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഹാലജൻ, ഡൈ, ഡ്രഗ്സ്, DDT എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹാലജൻ ഏതാന്നൊക്കെ ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ക്ലോറിൻ തന്നെയാണ്. എന്തെല്ലാം പറഞ്ഞു? ഓക്സിഡൈസിങ് ഏജന്റായി പ്രവർത്തിക്കുന്ന ഹാലജൻ, പേപ്പർ, റയോൺ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹാലജൻ, കോട്ടൺ, ടെക്സ്റ്റൈൽ എന്നിവയുടെ ബ്ലീച്ചിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹാലജൻ, സ്വർണം, പ്ലാറ്റിനം എന്നിവ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഹാലജൻ, അവിടെയൊക്കെ ഉത്തരമായിട്ട് വരേണ്ടത് ക്ലോറിൻ ആണ്. അതുപോലെ തന്നെ ഡൈ, ഡ്രഗ്സ്, DDT എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹാലജൻ ചോദിച്ചാലും നമ്മുടെ ക്ലോറിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വിഷവാതകമാണ് ഫോസ്ജീൻ എന്ന് പറയുന്നത്. ടിയർ ഗ്യാസ്, മസ്റ്റാർഡ് ഗ്യാസ്, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഹാലജൻ ഏത് തന്നെയാണ്? നമ്മുടെ ക്ലോറിൻ തന്നെയാണ്. ഫോസ്ജീൻ ഒരു വിഷവാതകങ്ങളാണ്. അതുപോലെ തന്നെ ടിയർ ഗ്യാസ് ഒരു വിഷവാതകമാണ്. മസ്റ്റാർഡ് ഗ്യാസ്, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? ഈ പറയുന്ന ക്ലോറിൻ എന്ന് പറയുന്ന ഹാലജൻ ആണ്. ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കും. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്.
ഇനി മറ്റൊന്ന് PVC-യിൽ അടങ്ങിയിരിക്കുന്ന ഹാലജൻ ആണ്, പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അവിടെ അതാ ക്ലോറൈഡ്, അപ്പോൾ PVC-യിലുണ്ട്. അതുപോലെ തന്നെ ക്ലോറിൻ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് ഏതെന്ന് പറയുന്നത് ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്ന ഇത് ഈ പറയുന്ന ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു സംയുക്തം ഫോം ചെയ്യും, അതാണ് ക്ലോറൈഡ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയിൽ ക്ലോറിൻ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോറിന്റെ ഉയർന്ന രാസപ്രവർത്തന ശേഷിയാണ്. ക്ലോറിന്റെ ഉയർന്ന രാസപ്രവർത്തന ശേഷി കാരണം പ്രകൃതിയിൽ ക്ലോറിൻ എന്തിൽ കാണുന്നില്ല, സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. ഇനി ക്ലോറിൻ ഈ ഈർപ്പവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു അസ്ഥിര സംയുക്തം ഫോം ചെയ്യുന്നുണ്ട്, അതാണ് ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന കാര്യം ഓർക്കുക. ഹൈപ്പോക്ലോറസ് ആസിഡ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഹൈപ്പോക്ലോറസ് ആസിഡ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഈ ഒരു ക്ലോറിൻ ഈർപ്പവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥിര സംയുക്തമാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായി ഉപയോഗിച്ചിരുന്ന വാതകം പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്, ക്ലോറിൻ വാതകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലോറിനുമായി ബന്ധപ്പെട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പറഞ്ഞ എല്ലാ പോയിന്റുകളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും ഒപ്പം അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുകൂട്ടാം. കുറച്ച് ദിവസമേ നമ്മുടെ മുന്നിൽ LDC പരീക്ഷയ്ക്ക് ഇനിയുള്ളൂ. ഏതൊരു ദിവസത്തിലും, ഇനി അങ്ങോട്ടുള്ള ഏതൊരു ദിവസത്തിലും നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് വരാം. കാരണം ജൂൺ മാസത്തിലെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞു. ജൂലൈ മുതലാണ് പരീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമയം വളരെ കുറവ്. പഠിക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചിട്ടയോട് പഠിക്കുക. പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞു പോകുന്ന ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷും മലയാളമൊക്കെ പ്രത്യേകം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ശീലിക്കണം, ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.